സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് പഠിക്കുന്ന വീഡിയോ സീരീസിലെ 4ാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കിയത് എന്താണ് ഓഹരികൾ, അതുപോലെ ഡിമാറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് എന്താണ് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചായിരുന്നു. ആ വീഡിയോകൾ കണ്ടിട്ടില്ലാത്തവർക്ക് ഡിസ്ക്രിപ്ഷനിൽ വീഡിയോകളുടെ പ്ലേലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ആ വീഡിയോകൾ കാണാൻ ശ്രമിക്കുക. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് സ്റ്റോക്ക് ബ്രോക്കർ എന്ന് പറയുന്നത് ആരാണ്, ഓഹരി വിപണിയിൽ സ്റ്റോക്ക് ബ്രോക്കറുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, വിവിധ തരത്തിലുള്ള സ്റ്റോക്ക് ബ്രോക്കറുകളെക്കുറിച്ചും നമുക്ക് ഈ വീഡിയോയിൽ നിന്നും മനസ്സിലാക്കാം. അപ്പോൾ തീർച്ചയായും വീഡിയോ അവസാനം വരെ കാണുക. ഓഹരി വിപണിയിൽ പണം സമ്പാദിക്കുന്നതിന് വേണ്ടി ഓഹരി വിപണിയെക്കുറിച്ച് മുഴുവനായി പഠിച്ചെടുക്കണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ ഒന്ന് ഓൺ ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്ക് നിക്ഷേപം നടത്തണമെങ്കിലും ട്രേഡ് ചെയ്യണമെങ്കിലും നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു ഡിമാറ്റ് അക്കൗണ്ട് ആവശ്യമാണ്. ഡിമാറ്റ് അക്കൗണ്ടിനെ കുറിച്ച് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വളരെ വ്യക്തമായി പറഞ്ഞതാണ്. ഈ ഡിമാറ്റ് അക്കൗണ്ട് നമുക്ക് ഓപ്പൺ ചെയ്യുന്നതിന് ഏതെങ്കിലും ഒരു സ്റ്റോക്ക് ബ്രോക്കർ മുഖേന മാത്രമാണ് സാധിക്കുന്നത്. അപ്പോൾ ഒന്നാമതായി സ്റ്റോക്ക് ബ്രോക്കറുടെ പ്രധാന ജോലി എന്ന് പറയുന്നത് ഓഹരി വിപണിയിലേക്ക് വരുന്ന ആളുകൾക്ക് ട്രേഡ് ചെയ്യുന്നതിനും ഇൻവെസ്റ്റ് ചെയ്യുന്നതിനുമുള്ള ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഓൺലൈനായിട്ട് ഓപ്പൺ ചെയ്യാൻ ഈ ബ്രോക്കറുകൾ വഴി നമുക്ക് സാധിക്കുന്നതാണ്. അതായത് നമ്മുടെ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് പോലും നമുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ വീഡിയോസും അതിൻ്റെ ലിങ്കും ഒക്കെ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും അത് ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് കാണുക. അടുത്തതായി ബ്രോക്കറുടെ ഏറ്റവും പ്രധാനപ്പെട്ട ധർമ്മം എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമായ ഓഹരികളെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ നിന്നും വാങ്ങുവാനും വിൽക്കുവാനും സഹായിക്കുക എന്നുള്ളതാണ്. അതായത് നമുക്ക് ഓഹരി വിപണിയിൽ നിന്ന് ഓഹരി വിപണിയിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള നിരവധി കമ്പനികളുടെ ഓഹരികൾ നേരിട്ട് വാങ്ങാൻ സാധിക്കുകയില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് ഏത് കമ്പനിയുടെ ഓഹരികളാണ് ആവശ്യമുള്ളത് അത് നമ്മൾ ഏതെങ്കിലും ഒരു സ്റ്റോക്ക് ബ്രോക്കറോട് പറയുന്നു. അപ്പോൾ സ്വാഭാവികമായും നമ്മൾ മനസ്സിലാക്കേണ്ടത് മറ്റൊരാൾ ഏതെങ്കിലും കമ്പനിയുടെ ഒരു ഓഹരി വിൽക്കുമ്പോഴാണ് നമുക്ക് ആ ഓഹരി വാങ്ങാൻ സാധിക്കുന്നത്. അതുപോലെ നമ്മൾ വിൽക്കുന്ന ഓഹരികളാണ് മറ്റൊരാൾക്ക് വാങ്ങാനും സാധിക്കുന്നത്. ഇവിടെ ബ്രോക്കർ ചെയ്യുന്നത് മറ്റൊരാളിൽ നിന്നും ഓഹരി വാങ്ങി സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ വെച്ച് നമ്മൾ ആവശ്യപ്പെട്ട ഓഹരിയെ നമുക്ക് നൽകുകയും ഇനി നമ്മൾ എപ്പോഴെങ്കിലും ഈ ഓഹരികൾ വിൽക്കുമ്പോൾ ആ ഓഹരി വാങ്ങാൻ താല്പര്യം പ്രകടിപ്പിക്കുന്ന ആളെ കണ്ടെത്തി അയാൾക്ക് നൽകുകയും ചെയ്യുന്നു. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ണിയായാണ് സ്റ്റോക്ക് ബ്രോക്കർ ഇങ്ങനെ പ്രവർത്തിക്കുന്നത്. പണ്ടുകാലങ്ങളിൽ ഈ കാര്യങ്ങളെല്ലാം സ്റ്റോക്ക് ബ്രോക്കർ ചെയ്തിരുന്നത് ഓഹരി വിപണിയിൽ പോയി നേരിട്ട് ഇടപെട്ടിട്ടായിരുന്നു. അതായത് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ പോയിട്ടാണ് ഇത് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ കമ്പ്യൂട്ടറിൻ്റെയും ഇൻ്റർനെറ്റിൻ്റെയും സഹായത്താൽ ഈ കാര്യങ്ങളെല്ലാം ബ്രോക്കർക്ക് ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ പൊതുവേ നിങ്ങൾക്കൊരു സംശയം തോന്നും, ഈ സ്റ്റോക്ക് ബ്രോക്കർക്ക് എങ്ങനെയാണ് വരുമാനമുണ്ടാകുന്നതെന്ന്. നമ്മൾ ഓഹരി വിപണിയിൽ നിന്നും സ്റ്റോക്കുകൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുമ്പോൾ ഈ ബ്രോക്കർമാർ ചെറിയൊരു ഫീസ് നമ്മളിൽ നിന്നും ഈടാക്കും. ഇതാണ് ബ്രോക്കർമാരുടെ വരുമാനം എന്ന് പറയുന്നത്. അതുപോലെ നമുക്ക് സ്റ്റോക്കുകൾ അന്ന് തന്നെ വാങ്ങി വിൽക്കുന്ന ഇൻട്രാഡേ ചെയ്തിരുന്നവർക്ക് അല്ലെങ്കിൽ ചെയ്യുന്നവർക്ക് നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഡീറ്റെയിൽസ് പ്രകാരം നമുക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകളുടെ എണ്ണം കണക്കാക്കിയും ബ്രോക്കർമാർ നമുക്ക് ഇൻട്രാഡേ ചെയ്യുന്നതിനുള്ള പണം കടമായി നൽകുന്നു. ഇതിനെ മാർജിൻ എന്ന് പറയുന്നുണ്ട്. ഇത്തരത്തിൽ കടമായി തരുന്ന പണത്തിന് ബ്രോക്കർമാർ നമ്മുടെ കയ്യിൽ നിന്നും യാതൊരു പലിശയും വാങ്ങുന്നില്ല. പക്ഷേ അവർക്കുള്ള നേട്ടമെന്ന് പറയുന്നത് നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ ഓരോ സ്റ്റോക്കുകൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുമ്പോൾ ചെറിയ ഫീസ് എടുക്കുന്നുണ്ട്. ആ തുകയാണ് അവരുടെ ലാഭം. അപ്പോൾ സ്റ്റോക്ക് ബ്രോക്കർമാർ മറ്റു പല സർവീസുകളും നമുക്ക് ഇതിൽ കൂടെ തന്നെ നൽകുന്നുണ്ട്. പുതുതായി മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യുന്ന കമ്പനികളുടെ IPOകളിൽ നമുക്ക് പങ്കെടുക്കുന്നതിനും മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനും സോവറിൻ ഗോൾഡ് ബോണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഗവൺമെൻറ് ബോണ്ടുകൾ, സെക്യൂരിറ്റീസുകൾ ഇതൊക്കെ നമുക്ക് വാങ്ങുവാനും ഈ ബ്രോക്കർമാരുടെ സഹായത്താൽ കഴിയുന്നതാണ്. വിവിധ തരത്തിലുള്ള സ്റ്റോക്ക് ബ്രോക്കർമാർ ഓഹരി വിപണിയിലുണ്ട്. അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 രീതിയിലുള്ള ബ്രോക്കർമാരാണ് ഉള്ളത്. അതിൽ ഫുൾ സർവീസ് ബ്രോക്കർമാരും ഡിസ്കൗണ്ട് ബ്രോക്കർമാരും എന്നാണ് പറയുന്നത്. നമുക്ക് ഓഹരി വിപണിയെക്കുറിച്ച് യാതൊരു അറിവുമില്ല, എന്നാൽ ബാങ്കിലിട്ടാൽ കിട്ടുന്നതിനേക്കാളും ലാഭം നമ്മുടെ പണത്തിന് ഓഹരി വിപണിയിൽ നിന്നും ലഭിക്കുമെന്നും അറിയാം. എന്നാൽ ഓഹരി വിപണിയിൽ നിക്ഷേപം നടത്താൻ സ്വന്തമായിട്ട് അറിയില്ല. എന്നാൽ
ഓഹരി വിപണിയിൽ നിക്ഷേപം നടത്തി നമുക്ക് സാമ്പത്തികമായി വളരണമെന്ന ആഗ്രഹമുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ സമീപിക്കേണ്ടത് ഫുൾ സർവീസ് ബ്രോക്കർമാരെയാണ്. അതിനുശേഷം നമ്മുടെ കയ്യിലുള്ള പണം നമ്മൾ ഈ ബ്രോക്കറെ ഏൽപ്പിക്കുന്നു. നമുക്ക് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് അതിൽ നമുക്ക് വേണ്ടി പല കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുകയോ ട്രേഡ് ചെയ്യുകയോ അതുപോലെ പല ടിപ്സുകളും ഓഹരി വിപണിയെക്കുറിച്ചുള്ള അറിവുകളും ഈ ബ്രോക്കർമാർ നമുക്ക് നൽകുന്നുണ്ട്. പ്രധാനമായും ഈ ഫുൾ സർവീസ് ബ്രോക്കർമാരുടെ പ്രത്യേകത ഇന്ത്യയിൽ ഒട്ടുമിക്ക സ്ഥലത്തും, അതായത് നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം ഓഫീസുകളുണ്ടാവും. നമ്മൾ ഈ ഓഫീസുകളിൽ ചെന്ന് നേരിട്ട് നമുക്ക് ഇടപാടുകൾ നടത്താനും സാധിക്കും. എന്നാൽ ഇത്തരം ബ്രോക്കർമാരുടെ പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത് ഇവരുടെ സർവീസ് ചാർജ് വളരെ കൂടുതലാണ്. അതുപോലെ ഓഹരി വിപണിയെക്കുറിച്ച് നമുക്ക് യാതൊരു അറിവും ഇല്ലാതെയാണ് ഇവർക്ക് നമ്മൾ പണം കൊടുക്കുന്നതെങ്കിൽ ഓഹരി വിപണിയിലെ നീക്കങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പെട്ടെന്ന് സാധിക്കാതെ വരുമ്പോൾ ബ്രോക്കർമാർ നമ്മുടെ പണം ഉപയോഗിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാതെ വരും. നമ്മുടെ പണം ഒരു പക്ഷേ നഷ്ടപ്പെടാനുമൊക്കെ സാധ്യത കൂടുതലാണ്. എന്നാൽ ഇത്തരം ബ്രോക്കർമാർ ഇപ്പോൾ മൊബൈൽ ഫോണിലും കമ്പ്യൂട്ടറിലും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ആപ്ലിക്കേഷനുകളെല്ലാം നൽകുന്നുണ്ട്. എന്നിരുന്നാലും സാധാരണ ജനങ്ങൾക്ക് ചെറിയ രീതിയിൽ ഓഹരി വിപണിയിൽ നിക്ഷേപം നടത്തുന്നതിന് ഈ സ്റ്റോക്ക് ബ്രോക്കർമാർ വലിയ ചാർജുകൾ എടുക്കുന്നതിനാൽ സാധാരണക്കാർ ഈ ബ്രോക്കർമാർ ഉപയോഗിക്കുന്ന അത്ര പ്രായോഗികമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എൻ്റെ സ്വന്തം അഭിപ്രായമാണ് കേട്ടോ. ജിയോജിത്ത്, ഷേർഖാൻ തുടങ്ങിയ ബ്രോക്കർമാർ ഈ ഫുൾ സർവീസ് തരുന്ന ബ്രോക്കറുകളാണ്. പക്ഷേ വലിയൊരു എമൗണ്ട് നിങ്ങൾക്കുണ്ട്, അതുവഴി സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപം നടത്തണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇതുപോലുള്ള ജിയോജിത്ത് അല്ലെങ്കിൽ ഷേർഖാൻ പോലുള്ള വലിയ ഫുൾ സർവീസ് തരുന്ന ബ്രോക്കർമാരുടെ അടുത്ത് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ കാറ്റഗറിയിലുള്ള ബ്രോക്കർമാരെ നോക്കാം. അവരാണ് ഡിസ്കൗണ്ട് ബ്രോക്കർമാർ എന്ന് പറയുന്നത്. സാധാരണക്കാർക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനും ട്രേഡ് ചെയ്യുന്നതിനും ഉപകാരപ്പെടുന്ന ബ്രോക്കർ ആരാണ് എന്ന് ചോദിച്ചാൽ ഡിസ്കൗണ്ട് ബ്രോക്കർമാർ തന്നെയാണ്. ഇവർ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനുള്ള ചാർജുകളിൽ വളരെയധികം ഇളവുകൾ നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവരെ ഡിസ്കൗണ്ട് ബ്രോക്കർമാർ എന്ന് പറയുന്നത്. നമ്മൾ ഓഹരിയിൽ നിന്നും സ്റ്റോക്കുകൾ വാങ്ങി ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് സൂക്ഷിക്കുന്നതിന് സാധാരണ ഡിസ്കൗണ്ട് ബ്രോക്കർമാർ ചാർജുകളൊന്നും ഈടാക്കുന്നില്ല. എന്നാൽ ഈ നടപടിയിൽ വരുന്ന സ്റ്റാമ്പ് ഡ്യൂട്ടി, ടാക്സ്, സർവീസ് ചാർജ് തുടങ്ങി ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി വളരെ തുച്ഛമായ ഒരു തുക നമ്മൾ നൽകേണ്ടതായിട്ട് വരും. എന്നാൽ നമ്മൾ ഇൻട്രാഡേ അല്ലെങ്കിൽ ഓപ്ഷൻ ട്രേഡൊക്കെ ചെയ്യുമ്പോൾ ഒരു ഓർഡറിന് 20 രൂപ മിനിമം അല്ലെങ്കിൽ കൂടുതൽ ക്വാണ്ടിറ്റി അനുസരിച്ച് നിശ്ചിത തുക ഇവർ ഫീസായി വാങ്ങുന്നുണ്ട്. അപ്പോൾ ഈ ബ്രോക്കർമാരുടെ ഫീസ് സംബന്ധിച്ചൊരു വീഡിയോ ഞാൻ ഇതിന് ശേഷം ചെയ്യുന്നതാണ്. അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം കാണിക്കുന്നുണ്ട്. അപ്പോൾ ഏഞ്ചൽ വൺ, സെറോദ, ഗ്രോ, അപ്സ്റ്റോക്സ് തുടങ്ങിയ ഡിസ്കൗണ്ട് ബ്രോക്കറുകൾ ഈ ഡിസ്കൗണ്ട് ബ്രോക്കറുകൾക്ക് തന്നെ ഉദാഹരണമാണ്. ഡിസ്കൗണ്ട് ബ്രോക്കർമാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഇവർക്ക് ഫിസിക്കൽ ഓഫീസുകൾ വളരെ കുറവാണ് എന്നുള്ളത് തന്നെയാണ്. അതായത് നമുക്ക് ഇവരുടെ ഏതെങ്കിലും ഓഫീസിൽ പോയിട്ട് നമുക്ക് ഓഹരികൾ വാങ്ങുന്നതിന് സാധിക്കില്ല. എന്നാൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ നമുക്ക് ഓഹരികൾ വാങ്ങാൻ സാധിക്കും. പക്ഷേ ഇത്തരത്തിൽ ഡിസ്കൗണ്ട് ബ്രോക്കറുടെ സേവനമാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് നല്ലൊരു അറിവുണ്ടായിരിക്കണം. ഏതൊക്കെ കമ്പനികളുടെ ഓഹരികളാണ് വില കുറവുള്ളത്, അവ എപ്പോഴാണ് വാങ്ങി എപ്പോൾ വില കൂടുമ്പോൾ വിൽക്കാം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് നല്ലൊരു അറിവുണ്ടാവണം. അതിന് സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് നല്ല രീതിയിൽ പഠിച്ച് മനസ്സിലാക്കിയാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ഓഹരി വിപണിയെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന് നിരവധി പുസ്തകങ്ങളും യൂട്യൂബിൽ നിരവധി വീഡിയോസുകളും ഒക്കെ കാണാൻ സാധിക്കുന്നതാണ്. നമ്മുടെ ചാനലിൽ ഓഹരി വിപണിയെക്കുറിച്ച് കംപ്ലീറ്റായി പഠിപ്പിക്കുന്നതിൻ്റെ ആദ്യ ഭാഗങ്ങളാണ് നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ തന്നെ കാണിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ നമ്മുടെ ചാനലിൽ നിന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും യൂട്യൂബ് വീഡിയോസുകളിൽ നിന്നോ പുസ്തകങ്ങളിൽ നിന്നോ ഒക്കെ ഓഹരി വിപണിയെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷമാണ് നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇറങ്ങുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കൊരു ഡിസ്കൗണ്ട് ബ്രോക്കറുടെ ആവശ്യം മാത്രം മതിയാവും. നല്ല രീതിയിൽ ലാഭം ഓഹരി വിപണിയിൽ നിന്നും ഈ ഡിസ്കൗണ്ട് ബ്രോക്കർമാർ വഴി തന്നെ ഉണ്ടാക്കുവാനും സാധിക്കും. ഓഹരി വിപണിയിലെ സ്റ്റോക്ക് ബ്രോക്കർമാരെക്കുറിച്ച് ഏകദേശം ഒരു ധാരണ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടതിന് ശേഷം കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.